ഹലോ, ഞാനിന്നൊരു പലവക ഉപ്പേരി വയ്ക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ പലതരം എടുത്തിട്ട്, അപ്പം അതാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവർ കഷ്ണങ്ങളൊക്കെ നന്നായി കഴിച്ചോളൂ. നമ്മൾ ഇത് ഇങ്ങനെ ഒരു ക്യാരറ്റ് കഴിക്കുമ്പോൾ എന്നൊന്നും പറഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, കായ അതാണ് ചെയ്യുന്നത്. ഓരോ ദിവസം ഞാൻ വേറെ തരത്തിലൊക്കെ ചെയ്ത് കൊടുക്കും, എന്നാലേ ഇവരൊക്കെ കഴിക്കുള്ളൂ. അപ്പൂന് ഇതൊക്കെ ചെല്ലണ്ട, ക്യാരറ്റ് ചെല്ലണം, ഒക്കെ ചെല്ലണം, ഉരുളൻകിഴങ്ങൊക്കെ നല്ലതാണ്. പിന്നെ കായ, നേന്ത്രക്കായ ഒക്കെ ചെല്ലട്ടെ. പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിരുന്നു. ഇവർക്ക് ഇതൊക്കെ മടിയാണ്. ഇപ്പം മീമി വറുത്തതെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചോളൂ. അപ്പോൾ ഇതിലേക്ക് വാരിയിടാം. എല്ലാം കൂടി ആകുമ്പോൾ കഴിക്കാൻ ഒരു ഇഷ്ടമുണ്ടാവും, കളർഫുള്ളായിട്ട് കാണുകയും ചെയ്യും. ക്യാരറ്റ് ഞാൻ അരിഞ്ഞെടുത്തുണ്ട്, അതൊക്കെ വാരി തിന്നട്ടെ. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതിലത്തെ ശരിക്കും പറഞ്ഞാൽ ആവിയിലല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇതൊക്കെ കുറയുന്നുണ്ട്, എന്നാലും കുറച്ചെങ്കിലും കിട്ടൂല. ഇതിൽ വെള്ളം ഒഴിച്ചെടുത്ത് ഉപ്പിട്ട് നമുക്ക് വേവിക്കാം, വറ്റിച്ചെടുക്കണം. പിന്നെ ഇതിനൊന്നും അധികം വേവില്ല, അതുകൊണ്ട് എല്ലാം വേവ് കുറഞ്ഞ സാധനം. ഉപ്പിട്ടിട്ട് വേവിക്കാൻ പറ്റും. അധികം ക്യാരറ്റ് ചേർത്തുണ്ട്. ക്യാരറ്റ് അപ്പം അങ്ങനെ ചുമന്ന കളറിൽ ഈ കളറിലൊക്കെ എടുക്കുമ്പോൾ തിന്നാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ക്യാരറ്റും ചോദിച്ച് തിന്നും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ കഴിക്കില്ല. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ്, കായ, ഉരുളൻകിഴങ്ങ് ഇത് മൂന്നും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു കാച്ചലുണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി, അത് ഇത്തിരി അധികം ഇടണം, ഒരു 5-10 ചുവന്നുള്ളിയും പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഞാനുണ്ട്. അതിന് മുഴുവൻ ഈ കാർബോഹൈഡ്രേറ്റ്, ഈ ഉരുളൻകിഴങ്ങ് ഇതൊക്കെയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഗ്യാസൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഞാൻ നന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയൊരു വെളുത്തുള്ളി ഒരു കുടത്തിൻ്റെ 5-10 ചുവന്നുള്ളി ഇട്ടു. അപ്പോൾ നന്നായി മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഇതായി വരുമ്പോൾ ഞാൻ വേപ്പില ഇടും, അത് കഴിഞ്ഞാൽ വറ്റൽമുളക് ചതച്ചത്, പിന്നെ നല്ല ഉപ്പേരി വരും. നന്നായി വഴന്ന് വരട്ടെ. ഇപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേപ്പിലിടാം.
നമ്മളിനി ഇടാൻ പോകുന്നത് വറ്റൽ മുളകാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇടാം. നല്ല ടേസ്റ്റ് കറിയാണ്. എന്നാൽ നല്ല പോഷാണ്. കളർഫുള്ളായ കറിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പല കളറിലൊക്കെ കാണുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടം. ചെന്നാൽ നല്ലതാണ് താനും. ഇങ്ങനെയൊക്കെ ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് പറ്റില്ല. എന്നും നമ്മൾ വയസ്സായവരുണ്ടല്ലോ, പറ്റില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുറേ ക്യാരറ്റ് കഴിച്ചു.